11ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. നമുക്ക് കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ എന്ന ചാപ്റ്റർ തുടരാം. ഏതാനും ഹോർമോണുകളും അവയുടെ പ്രവർത്തനങ്ങളും എല്ലാം നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പാൻക്രിയാസിലേക്ക് കടക്കാം. പാൻക്രിയാസ് എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് ഗ്ലാൻഡ് ആണ്, അഥവാ മറ്റൊരു പേര് ഞാൻ യൂസ് ചെയ്തത് ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ് എന്നതാണ്. അപ്പോൾ എന്താണ് ഈ കോമ്പോസിറ്റ് ഗ്ലാൻഡ് അഥവാ ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ്? നമ്മൾ എക്സോക്രൈൻ ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ കുറിച്ച് ഈ പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ പ്രസ്താവിച്ചു. അപ്പോൾ എൻഡോക്രൈൻ എന്ന് പറയുമ്പോൾ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നതാണ്. അതർ സെക്രീഷൻസ് ലൈക്ക് എൻസൈംസ് ഒക്കെയാണ് നമ്മുടെ എക്സോക്രൈൻ ഗ്ലാൻഡ്. അപ്പോൾ പാൻക്രിയാസിന് ഈ രണ്ട് ഫംഗ്ഷൻസും ഉണ്ട്. എൻസൈംസ് അല്ലെങ്കിൽ രാസാഗ്നികൾ ഉൽപ്പാദിപ്പിക്കുന്നു, നമ്മുടെ ദഹനത്തിന് ആവശ്യമായ, അതുപോലെ തന്നെ ഹോർമോൺസും. അതുകൊണ്ട് ഇതിനെ നമ്മളൊരു കോമ്പോസിറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നു. അപ്പോൾ പാൻക്രിയാസിന് പുറത്ത് എൻഡോക്രൈൻ പാർട്ടുണ്ട്. അതിനെ പറയുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. അവിടെ 1 മുതൽ 2 മില്യൺ സെൽസാണ് ഉള്ളത്. ഈ സെൽസാണ് ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ 2 തരം സെൽസാണ് ഉള്ളത്, ആൽഫ സെൽസും ബീറ്റ സെൽസും. ആൽഫ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. ഇതൊരു പെപ്റ്റൈഡ് ഹോർമോണാണ്. ഇൻസുലിൻ എന്നതാണ് ബീറ്റ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേര്. അത് ഒരു പെപ്റ്റൈഡ് ഹോർമോൺ തന്നെയാണ്. നമ്മളെല്ലാം ഇൻസുലിൻ നമുക്ക് പരിചിതമാണ്, എന്നാൽ ഗ്ലൂക്കഗോൺ അത്ര പരിചിതമല്ല. എന്നാൽ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ബോഡിയിലെ ഗ്ലൂക്കോസ് ഹോമിയോസ്റ്റാസിസ് കൺട്രോൾ ചെയ്യുന്നത്. ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ ഒരു തരം ഇക്വിലിബ്രിയം അല്ലെങ്കിൽ സന്തുലിതാവസ്ഥ, അതായത് കുറയാനും പാടില്ല കൂടാനും പാടില്ല. ആ ഒരു കണ്ടീഷനാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് ഈ ഒരു നിലയിലാണ്, ഇത് നോർമൽ ഗ്ലൂക്കോസ് ലെവൽ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ ലെവല് ചിലപ്പോൾ ക്രമാതീതമായി ഉയരാം. നമ്മുടെ ശരീരം മീൻസ് നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ ലെവലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മൾ ധാരാളമായിട്ട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നു, അതോടൊപ്പം കുറേ ഡെസേർട്ട്സ്, ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഉയർന്ന് നോർമലിൽ നിന്നും കൂടുതലിലേക്ക് എത്തുന്നു. ഇത് മനസ്സിലാക്കുന്ന നമ്മുടെ പാൻക്രിയാസ് ഇൻസുലിൻ എന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യുകയും ആ ഇൻസുലിൻ ഈ ഗ്ലൂക്കോസ് ലെവൽ ബ്ലഡിൽ കുറച്ച് കൊണ്ടുവന്ന് നോർമലാക്കുകയും ചെയ്യുന്നു. നോർമലായ ഉടനെ തന്നെ ചില റിസപ്റ്റർ സെൽസ് പാൻക്രിയാസിനെ അറിയിക്കും. അതോടെ പാൻക്രിയാസ് അതിൻ്റെ സെക്രീഷൻ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. അതേസമയം ചില സമയത്ത് എന്ത് പറ്റും, നമ്മളിപ്പോൾ ഫാസ്റ്റ് ചെയ്യുകയാണ്, നമ്മളൊന്നും കഴിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ ആവശ്യത്തിലും താഴേക്ക് പോകുമ്പോഴും നമുക്ക് ഇൻസുലിൻ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഇൻസുലിൻ അത് കുറയ്ക്കാനേ അറിയാവുള്ളൂ. അപ്പോൾ ഇവിടെ സഹായിക്കുന്ന ആ രണ്ടാമത്തെ ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. ഈ ഗ്ലൂക്കഗോൺ ഇൻസുലിൻ ലെവലിനെ കുറച്ച് മുകളിലേക്ക് കൊണ്ടുവരുന്നു. ബ്ലഡ് ഷുഗറിൽ ഇൻസുലിൻ അല്ല, ഷുഗർ ലെവൽ, ഗ്ലൂക്കോസ് ലെവലിനെ ബ്ലഡിൽ കൂട്ടി കൊണ്ടുവന്ന് അത് എവിടെ കൊണ്ടുവരുന്നു, അതിൻ്റെ സെൻറ്റർ നോർമൽ വാല്യൂവിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ രണ്ടുപേരും ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി ഇവരെങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് നമ്മൾ ആദ്യം പറഞ്ഞത് ഗ്ലൂക്കഗോണിനെ കുറിച്ചാണ്. ഗ്ലൂക്കഗോൺ എന്താ ചെയ്യുന്നത്, ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ ക്രമാതീതമായി കുറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഉയർത്തിക്കൊണ്ടുവന്ന് നോർമൽ ലെവലിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇത് പ്രവർത്തിക്കുന്നത് ഹെപ്പാറ്റോസൈറ്റ്സ് ആണ്. ഹെപ്പാറ്റോ എന്ന വേർഡ് നമ്മുടെ ലിവറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കരളിലെ കോശങ്ങളെയാണ് ഹെപ്പാറ്റോസൈറ്റ്. സൈറ്റ് എന്ന് പറഞ്ഞാൽ സെൽസ് അഥവാ കോശങ്ങൾ. അപ്പോൾ കരളിലെ കോശങ്ങളിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. എന്താണ് ഇവിടെ കരളിനുള്ള പ്രാധാന്യം? നമുക്കറിയാം, നമ്മൾ കഴിക്കുമ്പോൾ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ ഡൈജഷന് ശേഷം ഉണ്ടാകുന്നുണ്ട്. ആ ഗ്ലൂക്കോസിനെ എക്സസ് ആയിട്ട് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അതിൽ എക്സസ് ആയിട്ട് അധികം വരുന്ന ഗ്ലൂക്കോസിനെ നമ്മുടെ ലിവറിൽ എന്തായിട്ട് സ്റ്റോർ ചെയ്യും? ഗ്ലൈക്കോജൻ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞ ഒരു റിസർവാണ്, ഗ്ലൂക്കോസിൻ്റെ റിസർവാണ്. ഗ്ലൈക്കോജൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആനിമൽ സ്റ്റാർച്ച് എന്ന് പറയാം, കാരണം പ്ലാന്റ്സ് സ്റ്റോർ ചെയ്യുന്നത് സ്റ്റാർച്ചിൻ്റെ ഫോമിലാണ്. നമുക്ക് സ്റ്റാർച്ച് ഉണ്ടാക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ ഗ്ലൈക്കോജൻ്റെ ഫോമിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കുറയുമ്പോൾ ഗ്ലൈക്കോജനോലൈസിസ് നടത്തും. ഈ ലൈസിസ് എന്ന വേർഡിൻ്റെ അർത്ഥം തന്നെ ബ്രേക്കിംഗ് ഡൗൺ എന്നാണ്. അപ്പോൾ ഗ്ലൈക്കോജനെ ബ്രേക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഗ്ലൈക്കോജനെ ബ്രേക്ക് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഗ്ലൂക്കോസ് കിട്ടും. അപ്പോൾ ഈ ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടുന്നു. അതാണ് ഒരു മെത്തേഡ് ഇത് ഉയർത്താനുള്ളത്. ഇനി രണ്ടാമതായിട്ട് ഗ്ലൂക്കോനിയോജെനിസിസ് ഉണ്ട്. നിയോ എന്ന് പറഞ്ഞാൽ പുതിയത്, ജെനിസിസ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ സിന്തസിസ്. അപ്പോൾ ലൈസിസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, ജെനിസിസ് സിന്തസൈസ് ചെയ്യുന്നു. അപ്പോൾ ഗ്ലൂക്കോനിയോജെനിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? പുതിയ ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ് സോഴ്സ് ഇല്ലാത്തത് കൊണ്ടാണ് ഗ്ലൂക്കോസ് കുറഞ്ഞത്, അല്ലേ? അപ്പോൾ മറ്റ് ചില അമിനോ ആസിഡ്സിൽ നിന്നും ലാക്റ്റിക് ആസിഡിൽ നിന്നുമൊക്കെ ഇവ ഗ്ലൂക്കോസിനെ നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ലിവർ. അപ്പോൾ ഇതാണ് ഗ്ലൂക്കോനിയോജെനിസിസ് എന്ന പ്രോസസ്സ്. അപ്പോൾ ഇത് രണ്ടുമാണ് മെയിനായിട്ട് ഗ്ലൂക്കോസ് ലെവൽ ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് ശരീരം അല്ലെങ്കിൽ ഈ ഗ്ലൂക്കഗോൺ ചെയ്യുന്ന പ്രവൃത്തി.
അതുകൂടാതെ റെഡ്യൂസസ് ദ സെല്ലുലാർ അപ്ടേക്ക്, അതായത് ബ്ലഡിൽ നിന്ന് കൂടുതൽ സെൽസ് വലിച്ചെടുക്കുന്നതും തടയുന്നു. അതുകൊണ്ട് ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ പാൻക്രിയാസിൽ നിന്ന് ഗ്ലൂക്കോഗോൺ എന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യും. ഈ ഗ്ലൂക്കോഗോൺ ഗ്ലൈക്കോജനെ ബ്രേക്ക് ചെയ്യും, ഗ്ലൈക്കോജനോലൈസിസ്, അതല്ലെങ്കിൽ പുതിയ ഗ്ലൂക്കോസ് ഉണ്ടാക്കും, ഗ്ലൂക്കോനിയോജെനിസിസ്. ഒപ്പം തന്നെ കോശങ്ങളിലേക്കുള്ള ഈ ഗ്ലൂക്കോസിന്റെ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ആഗിരണം തടസ്സപ്പെടുത്തി അങ്ങനെ ഗ്ലൂക്കോസിന്റെ ലെവല് ബ്ലഡിൽ ഉയർത്തിക്കൊണ്ട് വരുന്നു. ഇനി രണ്ടാമത്തെ ഹോർമോൺ ഇൻസുലിൻ. ഇതിന്റെ പ്രവർത്തനം ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ ഇതിനു മുമ്പ് ഹൈപ്പോ കാൽഷ്യമിക് ആൻഡ് ഹൈപ്പർ കാൽസ്യമിക് ഹോർമോൺസ് പഠിച്ചല്ലേ. അതായത് നമ്മുടെ തൈറോ കാൽസിറ്റോളിനും പാരാത്തോർമോണും അവർ രണ്ടുപേരും കൂടി ചേർന്നാണ് കാൽഷ്യം ഹോമിയോസ്റ്റേസിസ് നടത്തുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഹൈപ്പർ ആൻഡ് ഹൈപ്പോ കാൽസ്യമിക് എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് ഗ്ലൂക്കോസിന്റെ ലെവൽ ഉയർത്തിക്കൊണ്ട് വരുന്ന ഹോർമോൺ ആയതുകൊണ്ട് അതിനെ ഹൈപ്പർ ഗ്ലൈസീമിയ കണ്ടീഷൻ, അതായത് ഗ്ലൂക്കോസ് ലെവൽ ഉയരുന്നതിനെ ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയും. അപ്പോൾ ഈ ഗ്ലൂക്കഗോൺ ആണ് ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ, നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ ഉയർത്താൻ സഹായിക്കുന്ന ഹോർമോൺ. ഇനി ഇൻസുലിൻ എന്താ ചെയ്യുന്നത്? ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടുമ്പോൾ ഇൻസുലിൻ അതിനെ കുറയ്ക്കുന്നു. അതിനായിട്ട് ഇവിടെ ഇത് ആക്ട് ചെയ്യുന്നത് രണ്ട് സെൽസിലാണ്, ഹെപ്പാറ്റോസൈറ്റ്സിലും ആഡിപ്പോസൈറ്റ്സിലും. ഹെപ്പാറ്റോസൈറ്റ്സ് നമ്മൾ മനസ്സിലാക്കി കരളിന്റെ കോശങ്ങളാണ്. ആഡിപ്പോസൈറ്റ്സോ നമ്മുടെ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന ടിഷ്യൂസ് ആണ്. അപ്പം ഇത് രണ്ടുമാണ് നമ്മുടെ ഇൻസുലിന്റെ ടാർഗറ്റ് ഓർഗൻസ്. ഇനി അത് എങ്ങനെയാണ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുന്നത്? ഇവിടെ നമ്മൾ ഈ അബ്സോർപ്ഷൻ, സെല്ലിന്റെ അബ്സോർപ്ഷൻ നമ്മൾ തടസ്സപ്പെടുത്തി. പക്ഷേ ഇവിടെ നമ്മൾ കൂടുതൽ ഗ്ലൂക്കോസ് സെല്ലിലേക്ക് എടുത്ത് സ്റ്റോർ ചെയ്യാനുള്ള ഒരു പ്രവണതയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കോശങ്ങൾ അതിനെ അബ്സോർബ് ചെയ്യുകയും യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊന്നാണ് ഗ്ലൈക്കോജെനിസിസ്, ഗ്ലൈക്കോലൈസിസ്. ഗ്ലൈക്കോജനോലൈസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്ലൈക്കോജനെ ബ്രേക്ക് ചെയ്യുകയാണ്. അതേസമയം ഇവിടെ ജെനിസിസ് ആണ്, ഉണ്ടാക്കുകയാണ്. എന്തിനെ? ഗ്ലൈക്കോജനെ. എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്? ഗ്ലൂക്കോസിനെ ലിവറിൽ ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നെ ആ ഒരു കണ്ടീഷൻ നമ്മളിവിടെ കുറച്ചുകൊണ്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ അത് ഹൈപ്പോഗ്ലൈസീമിയ, ഷുഗർ ലെവൽ കുറയുന്ന കണ്ടീഷനാണ് ഹൈപ്പോഗ്ലൈസീമിയ. അപ്പോൾ ഇൻസുലിൻ എന്താണ്? ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ. അപ്പോൾ കൂടുതൽ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ അതിനെ ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്യും. ഗ്ലൂക്കോസ് കുറയുമ്പോൾ ആ ഗ്ലൈക്കോജനെ തിരിച്ച് നമ്മൾ ഗ്ലൂക്കോസായിട്ട് ഉപയോഗിക്കുന്നു. നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ കഴിച്ചുകൊണ്ടേ ഇരുന്നാൽ ധാരാളം ഗ്ലൂക്കോസ് ബോഡിയിലോട്ട് കൊടുത്തുകൊണ്ടിരുന്നു, നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടും. അപ്പോൾ കൂടുന്ന ഗ്ലൂക്കോസ് എന്തായിട്ട് മാറും? ഗ്ലൈക്കോജനായിട്ട് മാറും. പിന്നീട് അത് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ നമ്മൾ കൂടുതൽ എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ ആക്ടിവിറ്റി ചെയ്യുക, നമ്മുടെ ഇൻടേക്ക് കുറയ്ക്കുമ്പോൾ നാച്ചുറലായിട്ട് ഗ്ലൂക്കോസ് ലെവൽ കുറയും. അപ്പോൾ അതെന്ത് ചെയ്യും? നമ്മുടെ ഗ്ലൈക്കോജനെ ഇങ്ങോട്ട് ഗ്ലൂക്കോസായിട്ട് മാറ്റും, ഫാറ്റ് സെൽസിനെയും ഡിപ്ലീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. ഈ രണ്ട് കൂടാതെ ആൽഫ സെൽസ് ആൻഡ് ബീറ്റ സെൽസ് ആണ് നമ്മൾ വ്യക്തമായി നമ്മുടെ NCERT-യിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു അഡീഷണൽ ആയിട്ടൊരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ പാൻക്രിയാസിൽ രണ്ട് സെൽസ് കൂടിയുണ്ട്, ഡി സെൽസും PP സെൽസും. ഡി സെൽസ് എന്ന് പറഞ്ഞത് സൊമാറ്റോസ്റ്റാറ്റിൻ ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മൾ സൊമാറ്റോസ്റ്റാറ്റിനെ കുറിച്ച് പിറ്റ്യൂട്ടറിയുടെ ഹൈപ്പോതലാമസ് ഇൻഹിബിറ്റിംഗ് ഹോർമോണിൽ പഠിച്ചല്ലേ. അപ്പോൾ അതേപോലെ PP സെൽസും ഉണ്ട്. ഇവ PP സെൽസ് എന്ന് പറയുന്നത് പാൻക്രിയാറ്റിക് പോളിപെപ്റ്റൈഡ് സെൽസ് ആണ്. പോളിപെപ്റ്റൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടീൻസ് അല്ലേ. പാൻക്രിയാറ്റിക് പോളിപെപ്റ്റൈഡ് സെൽസ് ആണ്. അത് PP, അതായത് പാൻക്രിയാറ്റിക് പോളിപെപ്റ്റൈഡ്സ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ട് ഗ്ലാൻഡ്സ് രണ്ട് സെക്സിലും സെപ്പറേറ്റ് ആണ്. അതായത് മെയിലിൽ ടെസ്റ്റിസ് ഉണ്ട്, ഫീമെയിൽസിൽ ഓവറിയാണ് ഉള്ളത്. ഇവ ശരിക്കും എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്നതിലുപരി പ്രൈമറി സെക്സ് ഓർഗൻ ആണ്. പ്രൈമറി സെക്സ് ഓർഗൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ബീജം ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു ഓർഗനാണ്. അതുകൊണ്ട് അതിനോടനുബന്ധിച്ച് തന്നെ സെക്സ് ഹോർമോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ടെസ്റ്റിസ് എന്ന് പറയുന്നത് പുരുഷന്മാരിൽ അബ്ഡോമിന് പുറത്തായിട്ട് സ്ക്രോട്ടം എന്നൊരു ബാഗിനകത്താണ് ഉള്ളത്. അതിൻ്റെ ഡീറ്റെയിൽഡ് സ്ട്രക്ചറും ഫംഗ്ഷനും ഒക്കെ നമ്മൾ അടുത്ത വർഷമേ പഠിക്കുള്ളൂ. പക്ഷേ എങ്കിലും ഒരു ക്രോസ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിറച്ച് ട്യൂബ്യൂൾസ് ഉണ്ട്. ഈ ട്യൂബ്യൂൾസിനെ പറയുന്ന പേരാണ് സെമിനിഫെറസ് ട്യൂബ്യൂൾസ്. ഈ സെമിനിഫെറസ് ട്യൂബ്യൂൾസിൻ്റെ അകത്ത് ആണ് നമ്മുടെ സ്പേംസ് ഉണ്ടാകുന്നത്, അതായത് സ്പെർമാറ്റോസോവ എന്ന് പറയും. ആ സ്പേം ഫോർമേഷനെ പറയുന്ന പേരാണ് സ്പെർമാറ്റോജെനിസിസ്. ഞാൻ പറഞ്ഞു ജെനിസിസ് എന്ന് വെച്ചാൽ ഫോർമേഷൻ. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ചില സെൽസ് ഉണ്ട്. ആ സെൽസിനെ പറയുന്ന പേരാണ് ലീഡിക് സെൽസ് അല്ലെങ്കിൽ ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ് എന്ന് പറയും. ഈ ട്യൂബ്സിൻ്റെ ഇടയ്ക്ക് വരുന്ന സെൽസാണ് ലീഡിക് സെൽസ് അല്ലെങ്കിൽ ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ്. ഈ ലീഡിക് സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന എന്താണ്? ആൻഡ്രോജൻസ്. ആൻഡ്രോജൻസ് എന്ന് പറഞ്ഞാൽ മെയിൽ സെക്സ് ഹോർമോൺസ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മെയിൽ സെക്സ് ഹോർമോൺ ഏതാണ്? ടെസ്റ്റോസ്റ്റിറോൺ അല്ലേ. അപ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ടെസ്റ്റിസിനകത്തുള്ള ലീഡിക് സെൽസ് അഥവാ ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ് ആണ്. അപ്പോൾ അതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡാണെന്ന് നമുക്ക് പറയാമല്ലോ അല്ലേ. ഇനി ഈ ലീഡിക് സെൽസ് ഉൽപ്പാദിപ്പിക്കുന്ന ടെസ്റ്റോസ്റ്റിറോൺ അല്ലെങ്കിൽ ആൻഡ്രോജൻസിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്?
ഇത് മെയിലിലെ ആക്സസറി സെക്സ് ഓർഗൻസ്, അതായത് സെക്സിനെ സഹായിക്കുന്ന മറ്റ് ഓർഗൻസ് ഉണ്ട്. അതിൽ വരുന്നത് നമ്മുടെ ഡക്റ്റുകൾ, എപ്പിഡിഡിമിസ്, വാസ് ഡെഫറൻസ്, വാസ് എഫറൻഷ്യ, അങ്ങനെ കുറച്ച് ഡക്റ്റുകളുണ്ട്. പിന്നെ വെസിക്കിൾസ്, സെമിനൽ വെസിക്കിൾസ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻസ്, അത് അവരുടെ ഗ്ലാൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ മെയിൽ സെക്ഷൽ ബിഹേവിയർ, ലിബിഡോ എന്ന് പറയും. അതുകൂടാതെ അവരുടെ മെയിൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഫീമെയിലിൽ നിന്ന് മെയിലിനെ വ്യത്യസ്തമാകുന്ന അഗ്രസീവ്നെസ്സും ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ അവരുടെ ശരീരത്തിലുണ്ടാകുന്ന മെസ്കുലൈൻ ചേഞ്ചസ്, ലൈക്ക് കൂടുതൽ മസിൽ ഫോർമേഷൻ, അല്ലെങ്കിൽ നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റത്തിലുണ്ടാകുന്ന വ്യത്യാസം, അവരുടെ വോയിസ് ലോ പിച്ച് വോയിസ് ആണ്. പിന്നെ ഫേഷ്യൽ ഹെയർ, ബോഡി ഹെയർ കൂടുതലുണ്ട്. അങ്ങനെയുള്ള മാസ്കുലൈൻ ഫീച്ചേഴ്സൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ടെസ്റ്റോസ്റ്റിറോണാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇനി നമ്മൾ സ്ത്രീകളിലേക്ക് വന്നാൽ, സ്ത്രീകൾക്ക് ഓവറി ഉണ്ട്. അത് അബ്ഡമിൻ്റെ അകത്താണ്. ഈ ഓവറിയാണ് പ്രൈമറി സെക്സ് ഓർഗൻ. അവിടെയാണ് ഓവം ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ 2 ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നു. ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ തന്നെ അവളുടെ ഓവറിയിൽ കുറേ പ്രൈമറി ഫോളിക്കിൾസ് ഉണ്ട്. ഈ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യും എപ്പോഴാണ്? പ്യൂബർട്ടി വരുമ്പോൾ. അതായത് ഓരോ മെൻസ്ട്രൽ സൈക്കിളിന് മുമ്പും ആ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന 0 ഡേ മുതൽ, ഫസ്റ്റ് ഡേ മുതൽ ഇങ്ങനെ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യുക. അതായത് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൻഡ് മെച്യൂർ ഫോളിക്കിളിനെയാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയുന്നത്. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ നിങ്ങൾ അടുത്ത വർഷമാണ് പഠിക്കുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാകാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അത് ഞാൻ നേരത്തെ LHFSH പഠിപ്പിച്ചപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചിരുന്നു. അത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഡെവലപ്പ് ചെയ്യുന്ന ഫോളിക്കിൾസ് ഉണ്ടാക്കുന്ന ഹോർമോണാണ് ഈസ്ട്രജൻ. അതാണ് സ്ത്രീകളിലെ പ്രധാനപ്പെട്ട ഹോർമോൺ, ഫീമെയിൽ ഹോർമോൺ. ഇനി ഇത് കൂടാതെ ഈ 14ാമത്തെ ദിവസമാണ് ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ, അതായത് മെച്യൂർ ആയിട്ടുള്ള ഫോളിക്കിൾ ഓവം റിലീസ് ചെയ്യും. ഓവം അങ്ങ് പോയി കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാകുന്ന ആ അവശിഷ്ടങ്ങൾ, അതിനെല്ലാം കൂടെ ചേർത്ത് പറയുന്ന പേരാണ് കോർപ്പസ് ലൂട്ടിയം. അതൊരു മഞ്ഞ കളറുള്ള ഒരു സ്ട്രക്ചറായിട്ട് മാറും. ഇനി ആ കോർപ്പസ് ലൂട്ടിയം ഒരു എൻഡോക്രൈൻ ടിഷ്യൂ ആയിട്ട് ഫങ്ഷൻ ചെയ്യും. അതിൽ നിന്നുണ്ടാകുന്ന 2ാമത്തെ ഫീമെയിൽ ഹോർമോണാണ് പ്രൊജസ്റ്ററോൺ. അപ്പോൾ നോർമലായിട്ടുള്ള സ്ത്രീകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതായത് മാമറി ഗ്ലാൻഡിൻ്റെ ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ ഫെമിനൈൻ ഫീച്ചേഴ്സ്, അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഫോളിക്കിളിൻ്റെ മെച്ചുറേഷൻ, അതിനും ഈ ഫർദർ സഹായിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ സ്ത്രീകളിൽ ഉണ്ടാകുന്ന സ്തനവളർച്ച, പിന്നെ നമ്മുടെ വോയിസ് കുറച്ച് ഹൈ പിച്ച് ആയിട്ടുള്ള വോയിസാണ്, പിന്നെ ലെസ് ബോഡി ഹെയർ ആണ്. അതെല്ലാം നിയന്ത്രിക്കുന്ന, സ്ത്രീകളുടെ പ്രത്യേകതകളെല്ലാം നിയന്ത്രിക്കുന്നതാണ് ആര്? നമ്മുടെ ഈസ്ട്രജൻ. അതേസമയം പ്രൊജസ്റ്ററോണിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് പ്രഗ്നൻസി ഹോർമോൺ എന്നാണ് പറയുന്നത്. അതായത് പ്രഗ്നൻസിയുടെ സമയത്ത് ആ ഒരു എൻഡോമെട്രിയത്തിനെ ഇൻടാക്റ്റ് ആയിട്ടിരുന്നാൽ മാത്രമേ ആ കുഞ്ഞിൻ്റെ, അതായത് ആ ഫീറ്റസ് അവിടെ വളരാൻ സാധ്യമാവുകയുള്ളൂ, അല്ലേ? അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കാത്തപ്പോൾ, സൈഗോട്ട് ഇല്ലാത്തപ്പോഴാണ് ആ എൻഡോമെട്രിയം പുറത്തു വരുന്ന മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് പ്രൊജസ്റ്ററോൺ. അപ്പോൾ അതാണ് പ്രൊജസ്റ്ററോൺ എന്ന 2ാമത്തെ ഹോർമോൺ. അപ്പോൾ പ്രൊജസ്റ്ററോൺ ആണ് പ്രഗ്നൻസി ഹോർമോൺ. നമ്മൾ ഇതിനു മുമ്പ് ബർത്ത് ഹോർമോൺ പഠിച്ചു. അത് ഏതായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്തേ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട 2 സെക്സ് ഹോർമോൺസ്. അപ്പോൾ ക്ലാസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.